ഗംഗാധര മേനോനിൽ നിന്നാണ് അലീന വൈജിയുടെ മകളാണെന്നുള്ള സത്യം രാജീവനും ശിവനും മനസ്സിലാക്കുന്നത്. ഈ സത്യം രണ്ടുപേർക്കും ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും ആകെ ഷോക്കായി പോയിട്ടുണ്ട്. ചോദിക്കുന്നുണ്ട് ഗംഗാധര മേനോനോട്, ഇത് സത്യം തന്നെയാണോ, വൈജിയുടെ മകളാണോ അലീന എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അത് തന്നെയാണ് സത്യം. എന്നാൽ ബാലചന്ദ്രൻ എന്തിനാ അത് അവൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയത്, സ്വന്തം മകളായിട്ട് ദത്തെടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ദത്തെടുത്തത് അത് അവൻ്റെ വലിയ മനസ്സ് കാരണമാണ്. വൈജിയോട് ഈ കാര്യങ്ങളൊന്നും തന്നെ അവൻ സൂചിപ്പിച്ചിട്ടില്ലല്ലോ, അത് അവൻ്റെ വലിയ മനസ്സ് കൊണ്ട് തന്നെയാണ്. നമുക്കാർക്കെങ്കിലും നമ്മുടെ ഭാര്യമാർക്ക് വേറെ മക്കളുണ്ടായിരുന്നു, അവർക്ക് ഒരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ ദത്തെടുക്കാനൊക്കെ കഴിയുമോ? നമുക്കാർക്കും അതിന് കഴിയില്ലല്ലോ. പക്ഷേ ബാലചന്ദ്രൻ ചെയ്തത് നോക്ക്, സ്വന്തം മകളായി കൂടെ നിർത്തി. വൈജിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അവളെ ഒഴിവാക്കാൻ തയ്യാറായില്ല. ബാലചന്ദ്രൻ്റെ വലിയ മനസ്സ് തന്നെയാണത്. പക്ഷേ ആ മനസ്സ് കാണാൻ നമുക്കാർക്കും കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഈ സത്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ശിവൻ. അതെ, നിങ്ങളോട് ആ സത്യം പറയാതിരുന്നത് തന്നെ ആയിപ്പോയി വലിയ തെറ്റ്. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ് ഗംഗാധര മേനോൻ. ഇത് കേൾക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അതെ, ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതെല്ലാം വേണ്ട രീതിക്ക് നമുക്ക് കൈകാര്യം ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നം ഒരുപാട് വഷളായിപ്പോയി. ഞങ്ങൾ അവളെ അടുത്ത് പെരുമാറിയ രീതിയൊക്കെ നോക്കുമ്പോൾ വളരെ മോശമായിട്ടാണ്. നമ്മുടെ വൈജിയുടെ മകളാണ് അവളെന്ന് പറയുമ്പോൾ നമുക്ക് ബബിതയുടെയും രോഹിത്തിനെയും പോലെ തന്നെയല്ലേ അവള്. നമ്മളുടെ സ്വന്തം മോളെ തന്നെ കാണേണ്ടതായിരുന്നു. പക്ഷേ അവളോട് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ നമുക്ക് തല ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട് ശിവൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ശരി, വൈജിയുടെ മകളാണ് അലീന എന്നുള്ളത് സത്യം തന്നെ ആയിരിക്കും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം വൈജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും ഉണ്ടാവാൻ പോകുന്നത്? അവൾക്ക് തൊട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല. അവൾക്കത് വലിയ ഷോക്കായി പോവും. അവളുടെ മാനസിക നില തന്നെ തെറ്റും. അത്രയും വലിയൊരു കാര്യമല്ലേ ഇത്. അവളുടെ മകള് മരിച്ചു പോയെന്ന വിശ്വാസത്തോടെയാണ് അവൾ വേറൊരാളെ കല്യാണം കഴിക്കാൻ തയ്യാറായതും ഒരു കുടുംബജീവിതം നയിക്കുന്നതും. എന്നിട്ടിപ്പോൾ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിയുമ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് അവളുടെ മകളെ എന്നും കൂടി കേൾക്കുമ്പോൾ അവളുടെ സമനില തന്നെ തെറ്റിപ്പോവാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് രാജീവൻ. ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ സത്യങ്ങളെല്ലാം എന്നായാലും വൈജ അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ സംഗതി കൂടുതൽ വഷളാവുകയുള്ളൂ. ബാലചന്ദ്രൻ ഇപ്പോൾ അവൾ സ്വന്തം മോളായി കാണുന്നുണ്ട്. അതിൻ്റെ സത്യം എന്താണെന്ന് വൈജിയോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശിവനും പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഏട്ടാ. കാരണം വൈജ അന്ന് എത്ര തവണ പറഞ്ഞതാ വേറൊരു കല്യാണം വേണ്ട, അവൾ അങ്ങനെ ജീവിച്ചോളാം എന്നൊക്കെ. ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ അച്ഛൻ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിശ്വസിപ്പിച്ചിട്ടാണ് ഇവളെ വേറെ കല്യാണം കഴിപ്പിച്ചത്. ഇന്ന് ആ കുഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് അവളുടെ മനസ്സിൽ എത്ര വലിയ ഷോക്കാണ് ഉണ്ടാക്കാന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എങ്ങനെ ആയാലും നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ പെങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വെച്ച് നമ്മൾ അലീനയെ ശ്രദ്ധിക്കരുത് എന്നാണോ പറയുന്നത്? അവൾക്കും ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടില്ലേ? ഒരു അമ്മയുടെ സ്നേഹം, ഒരു ഓർഫനേജിൽ വളർന്ന അവൾ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടാവും, എത്ര ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം കൊതിക്കുന്ന അവൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? വെറും അനാഥത്വം മാത്രമല്ലേ? നമ്മൾ അവളോട് ചെയ്യുന്ന വലിയ തെറ്റല്ലേ അത് എന്ന് പറയുന്നുണ്ട്. രാജീവൻ പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, പക്ഷെ നമുക്ക് നമ്മുടെ പെങ്ങളല്ലേ വലുത്. അവളുടെ ജീവിതം സേഫ് ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, അവൾ നല്ല രീതിക്ക് ജീവിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ അലീന ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. ബാലചന്ദ്രനെ എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് അലീനയെ നമുക്ക് അവിടുന്ന് ഓർഫനേജിലേക്കോ എങ്ങോട്ട് വേണേലും പറഞ്ഞയക്കാം. അല്ലെങ്കിൽ അവൾക്കായി ഒരു വീട് എടുത്തു കൊടുത്ത് അവിടെ താമസിപ്പിക്കാം. അവൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ രോഹിത്തിനും ബബിതയ്ക്കും എന്ത് ഷെയർ ആണോ കിട്ടുന്നത് അതേ ഷെയർ തന്നെ നമുക്ക് അലീനയ്ക്ക് വേണ്ടിയും കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്വത്തെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഒഴിഞ്ഞു പോവും, അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? അവൾ ഒഴിഞ്ഞു പോവാൻ എത്ര കാശ് നിങ്ങൾ ഓഫർ ചെയ്തതാ, പക്ഷേ അതെല്ലാം അവൾ തട്ടിത്തെറിപ്പിക്കല്ലേ ചെയ്തത്. അവൾക്ക് വേണ്ടത് പണമോ സ്വത്തോ ഒന്നുമല്ല, അവളുടെ അമ്മയുടെ സ്നേഹം മാത്രമാണ്. എന്നാൽ അവൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെറും വെറുപ്പ് മാത്രമാണെന്ന് മാത്രം. പക്ഷേ ഇനി ഇതിങ്ങനെ നീണ്ടുപോകാൻ പാടില്ല. അവൾക്കും ഒരു ജീവിതം വേണം, നല്ല സന്തോഷത്തോടെയുള്ള ഒരു അമ്മയുടെ സ്നേഹം എല്ലാം കിട്ടിക്കൊണ്ടുള്ള ജീവിതം. അതാണ് അവളും ആഗ്രഹിക്കുന്നത് എന്ന് പറയാണ്.
ഏട്ടൻ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റില്ല. കാരണം വൈജയുടെ ജീവിതം തന്നെയാണ് ഞങ്ങൾക്ക് വലുത്. ചിലപ്പോൾ ഈ കാര്യമെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ വൈജ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചാലോ, അഥവാ അവളുടെ സമനില തെറ്റി അവളൊരു ഭ്രാന്തിയായി പോയാലോ? ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയല്ലേ. നമ്മളുടെ പെങ്ങളുടെ ജീവിതം അങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ശിവനും രാജീവനും. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, നമുക്ക് അലീനയോട് ഈ കാര്യം എന്തായാലും സംസാരിക്കണം. അവള് സ്വത്ത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, അവൾക്ക് അത്യാവശ്യം പണം ജീവിക്കാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ പോകുമെന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. വൈജിയുടെ അവസ്ഥയ്ക്കും അതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. ശേഷം അലീനയെ കാണാൻ വേണ്ടി ഗംഗാധര മേനോനും ശിവനും രാജീവനും പോകുന്നുണ്ട്. അവിടെ ചെന്നതും വീട്ടിൽ ആരും തന്നെ ഇല്ല. അലീനയോട് പറയുന്നുണ്ട്, ഞങ്ങൾ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അലീനയുടെ മനസ്സിൽ വലിയൊരു പേടി തോന്നുന്നുണ്ട്. കാരണം തന്നെ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് ശിവനും രാജീവനും. ഇനി എന്ത് പ്രശ്നം കൊണ്ടാണ് വരുന്നത്, എങ്ങനെ തന്നെ ഒഴിവാക്കാനാണ് വരുന്നത് എന്നുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അലീന. ബാലചന്ദ്രനാണെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീട്ടിലില്ല താനും. ആ ടെൻഷനെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അലീന. അതിനുശേഷം ശിവൻ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നോട് വഴക്കിടാനോ നിന്നെ ഇവിടുന്ന് വലിച്ചു പുറത്താക്കിയിടാനോ ഒന്നും വന്നതല്ല. നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. നീ വൈജയുടെ മകളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അലീന ഇത് കേൾക്കുമ്പോൾ ആകെ പൊട്ടിക്കരഞ്ഞു പോകുന്നുണ്ട്. പറ മോളെ, നീ വൈജയുടെ മകളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അലീന ഒന്നും തന്നെ പറയാൻ കഴിയാതെ തല താഴ്ത്തി നിന്ന് കരയാണ്. ഞങ്ങൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി. ഏട്ടനാണ് ഞങ്ങളോട് സത്യങ്ങളെല്ലാം പറഞ്ഞത്. ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് നിന്നോട് ഞങ്ങൾ പെരുമാറിയത്. നിന്നോട് വലിയ തെറ്റാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് നീ ഞങ്ങളോട് ക്ഷമിക്കണം. നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ തന്നെയാണ് എന്നെല്ലാം പറയാണ്. അലീനയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. അതിനുശേഷം രാജീവ് പറയുന്നുണ്ട്, ഞങ്ങളിനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നീ അത് എങ്ങനെ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല, എങ്കിലും പറഞ്ഞല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നീ വൈജയുടെ മകളാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും തന്നെ വൈജയ്ക്ക് അറിയില്ല. വൈജയുടെ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. ആ കുഞ്ഞിപ്പോൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ചിലപ്പോൾ അവളുടെ സമനില തന്നെ തെറ്റിപ്പോവും. അവളുടെ നന്മയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഇവിടുന്ന് പോവണം. നിനക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തന്നോളാം. നിനക്കൊരു വീട് എടുത്തു തരാം. നിനക്ക് എന്ത് സ്വത്തുക്കൾ വേണോ, വൈജയുടെ സ്വത്തുക്കളെല്ലാം വേണമെങ്കിൽ നിനക്ക് എഴുതി തരാം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. പക്ഷേ നീ ഇവിടുന്ന് പോയേ പറ്റൂ. നിന്നോട് ഞങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണെന്നറിയാം, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം നോക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല എന്നെല്ലാം പറയാണ് രാജീവൻ. ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് സ്വാർത്ഥരാവാൻ പാടില്ല എന്ന് പറയാണ്. ഏട്ടൻ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. വൈജയുടെ കാര്യം നമ്മൾ നോക്കേണ്ടതല്ലേ. അവൾ നമ്മുടെ പെങ്ങളാണ്. അവളുടെ കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നെല്ലാം പറയാണ്. അലീന പറയുന്നുണ്ട്, ഞാൻ പോവാൻ തയ്യാറാണ്. അമ്മയുടെ നന്മയ്ക്ക് ഞാൻ പോകുന്നതാണ് നല്ലതെങ്കിൽ അതിന് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അച്ഛൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ മനസ്സിലാക്കിയതാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് എന്നെ സ്വന്തം മകളായിട്ട് അച്ഛൻ ദത്തെടുത്തത്. എന്നെ അച്ഛൻ ഇവിടുന്ന് ഒരിക്കലും പുറത്തു പോവാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അവനെ നീ പറഞ്ഞ് സമ്മതിപ്പിക്കണം. നിനക്കെന്താ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വാശി പിടിക്കാമല്ലോ. എൻ്റെ സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ അത് എന്ന് പറയുന്നുണ്ട്. എൻ്റെ സ്വന്തം അച്ഛനല്ലായിരിക്കാം, പക്ഷേ എനിക്കൊരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാം കിട്ടിയത് ഈ അച്ഛൻ്റെ അടുത്തു നിന്നാണ്. ഒരു അച്ഛൻ്റെ സ്നേഹം എന്താണ്, കരുതൽ എന്താണ് എന്നുള്ളതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ഈ അച്ഛനിൽ നിന്നാണ്. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കുകളൊന്നും എനിക്ക് അങ്ങനെ എതിർത്ത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിയില്ല. അച്ഛൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ കഴിയൂ. ഒരമ്മയുടെ സ്നേഹം എന്താണെന്നോ അച്ഛൻ്റെ സ്നേഹം എന്താണെന്നോ ഇതുവരെയും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരച്ഛൻ്റെ സ്നേഹം എനിക്ക് മനസ്സറിഞ്ഞ് തന്നത് ഈ അച്ഛനാണ്. ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെ കണ്ടിട്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എതിർത്ത് പോവാൻ എനിക്കൊരിക്കലും കഴിയില്ല എന്ന് പറയാണ് അലീന. രാജീവൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നീ ഇവിടുന്ന് പോയേ പറ്റൂ. നിന്റെ പെറ്റ അമ്മയല്ലേ നിനക്ക് എങ്ങനെയായാലും വലുത്. അതുകൊണ്ട് ആ അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി നീ ഇവിടുന്ന് പോയേ പറ്റൂ. ഞങ്ങൾ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാനോ വലിച്ചിടാനോ ഒന്നും പോകുന്നില്ല. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോവണം. ഇതാണ് വൈജയ്ക്ക് ഏറ്റവും നല്ലത്. അവൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും എൻ്റെ അടുത്ത് വഴക്കിടാനാണ് സാധ്യത. അതുകൊണ്ട് അതിനുള്ള ചാൻസ് ഒന്നും ഉണ്ടാക്കണ്ട. നീ അതിനു മുന്നേ ഇവിടുന്ന് പോവണം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം എന്നെല്ലാം പറയാണ്.
അലീന പറയാണ്, എനിക്കൊന്നും വേണ്ട, സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട, ഞാൻ പോയിക്കോളാം, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം ഞാൻ പോവുകയാണെന്ന്. അമ്മയ്ക്ക് ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം ഞാനല്ലേ, ഇനി ഒരിക്കലും അത്തരത്തിലൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ് ഞാൻ പോയിക്കോളാം. പക്ഷേ അച്ഛൻ എന്നെ പോരുതെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു വെച്ചാൽ എനിക്ക് അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് അലീന. ശിവനും രാജീവനും പറയുന്നുണ്ട്, അവൾ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാലചന്ദ്രൻ അവളെ അങ്ങനെയാണ് ഇവിടെ നിർത്തുന്നത്, അവളെ പിടിച്ചു നിർത്തുന്നത് ബാലചന്ദ്രനാണ്. അതുകൊണ്ട് നമ്മൾ ബാലചന്ദ്രനോട് സംസാരിക്കാവും നല്ലത് എന്ന് പറയുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെയാടാ അവനോട് പോയി സംസാരിക്കുന്നത്? കാരണം നമ്മളുടെ പെങ്ങളുടെ ഭാഗത്താണ് ഇത്രയും വലിയൊരു തെറ്റുണ്ടായിട്ടുള്ളത്. നമ്മളുടെ പെങ്ങൾക്ക് കല്യാണത്തിന് മുന്നുണ്ടായ ഒരു കുഞ്ഞാണ് അലീന. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അവൻ്റെ അടുത്ത് പോകുന്നത്? അവനെല്ലാ കാര്യങ്ങളും അറിഞ്ഞു നമ്മളോട് പറഞ്ഞില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ നമ്മൾ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാൽ അവൻ നമ്മളെ ആകെ നാണം കെടുത്തിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്നെല്ലാം പറയാണ്. ഗംഗാധരമേനോൻ പറയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. വൈജിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അവളെ അലീനയ്ക്ക് വേണ്ടത് വൈജയുടെ സ്നേഹമാണ്, അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കല്ലേ വേണ്ടത്. സത്യങ്ങളെല്ലാം വൈജ അറിയണം, അവൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള സത്യം എന്നെല്ലാം പറയുന്നുണ്ട് ഗംഗാധരമേനോൻ. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക.